ജീവിതശൈലി രോഗങ്ങളെ പോലെ തന്നെ നടുവേദനയും ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. സാധാരണയായി നടുവേദനയ്ക്ക് സർജറി അത്ര അത്യാവശ്യമുള്ള ഒരു ചികിത്സാ രീതിയല്ല. പക്ഷേ വളരെ കൂടിയ അവസ്ഥയിൽ മാത്രമേ സർജറി ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ വേദന കൂടിയ അവസ്ഥയിൽ എന്നല്ല, വേദനയുടെ കാരണം അത്രത്തോളം എത്തിയെങ്കിൽ, എന്ന് വെച്ചാൽ ഡിസ്ക് തള്ളി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക് പ്രൊലാപ്സ് വന്നാൽ മാത്രമേ സർജറി ആവശ്യമുള്ളൂ. അല്ലാത്ത നിലയിൽ പലതരം നടുവേദനകളും സർജറി ഇല്ലാതെ തന്നെ പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണ്. എന്താണ് ഈ നടുവേദന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് പലപ്പോഴും നമ്മുടെ ലോവർ ബാക്കിൽ വരുന്ന വേദനയാണ്. എന്ന് വെച്ചാൽ വെർട്ടിബ്രയുടെ ലാസ്റ്റ് പാർട്ട് എപ്പോഴും കോക്സിക്സ് എന്ന് പറയുന്ന ഒരു അവയവത്തിനെയാണ് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മേലെയുള്ള ചില വെർട്ടിബ്രാസ് ഉണ്ട്. ആ വെർട്ടിബ്രകളിൽ എന്ന് വെച്ചാൽ നട്ടെല്ലിൻ്റെ കശേരുക്കൾ, ഈ കശേരുക്കളുടെ ഇടയിൽ ഉള്ള കുഷ്യൻ പോലത്തെ അവയവങ്ങളുണ്ട്. അതിനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്കിൽ ഏതെങ്കിലും കാരണത്താൽ വരുന്ന നീർക്കെട്ട് ഒരു കാരണമായിരിക്കാം. വേറൊന്നത് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നൊരവസ്ഥ, പിന്നെ ഈ എല്ലുകൾ തമ്മിലുള്ള അകലം കൂടുന്ന അവസ്ഥ. ഇത്തരം അവസ്ഥകളിൽ പലപ്പോഴും അവിടെ ആ ഏരിയയിലുള്ള കംപ്ലൈൻറ്റ് കൂടാതെ അതിൽ പാസ് ചെയ്യുന്ന ഞരമ്പുകളുടെ മേലെ ഈ കശേരുക്കൾ വന്നിട്ട് കംപ്രഷൻ അഥവാ ഒരു അമർത്തൽ വരുമ്പോഴാണ് ഈ വേദന അസഹ്യമായി തീരുന്നത്. പലപ്പോഴും അത് കാലിലേക്കുള്ള വേദനയായിട്ടും, കാലിൻ്റെ തള്ളവിരലിലുള്ള വേദന, കാഫ് മസിലുള്ള വേദന, ചിലപ്പോഴൊക്കെ വയറുവേദന, ചിലരിൽ അത് മെൻസസ് ടൈമിൽ മാത്രമുള്ള വേദന എന്നീ രീതിയിലെല്ലാം നടുവേദന പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എക്സസൈസിൻ്റെ കുറവ് തന്നെയാണ്. നമ്മൾ എല്ലാ സമയത്തും എല്ലാ ജോലികളും നിന്ന് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. കുനിയുക എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല. അപ്പോൾ സാധാരണയായി നിവർന്ന് നിൽക്കുകയും കുനിയുകയും ചെയ്യുന്ന ജോലികൾ ഒരേ രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നടുവേദന ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചില ദിവസങ്ങളിൽ മാത്രം കൂടുതൽ ജോലി ചെയ്യുക, അന്നത്തെ ദിവസം കുനിഞ്ഞ് ജോലി ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം കയറി പിടിക്കുന്ന വിധത്തിൽ നടുവേദന വരാറുണ്ട്. അങ്ങനെയുള്ളതിൽ പല സന്ദർഭങ്ങളിലും അവിടെ എല്ലിനുള്ള തേയ്മാനമായിരിക്കും കാരണമായിട്ട് വരുന്നത്. കാരണം അത്രയും ദിവസം നമ്മൾ കുനിയൊന്നും ചെയ്യാത്തത് കാരണം ഇങ്ങനൊരു തകരാറുള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കുനിഞ്ഞ് നിവരുമ്പോൾ നടു പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരുമ്പോൾ പലപ്പോഴും അത് ഇങ്ങനെ തേയ്മാനത്തിൻ്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട്. അത് മോസ്റ്റ്ലി 40 വയസ്സിന് മേലെയാണ് കാണാറുള്ളത്. ബാക്കി 40 വയസ്സിന് താഴെയുള്ളതും പ്രത്യേകിച്ച് 30 വയസ്സിനൊക്കെ താഴെയുള്ള ആളുകളിൽ കാണുന്ന നടുവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നീർക്കെട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്ക് തള്ളിയിട്ടുണ്ടാവുന്ന വേദന പോലെ തന്നെയാണ് നീർക്കെട്ട് കൊണ്ടും വേദന പ്രസൻറ്റ് ചെയ്യുക. കാരണം അവിടെ ആ ഡിസ്കിന് നീര് വന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ പോകുന്ന നേർവ്സിൻ്റെ മേലെ അമർന്നു പോകും. അപ്പോൾ ആ നേർവ് ഏതൊക്കെ ഭാഗത്തേക്കാണോ പോണത് അവിടെയെല്ലാം അസഹ്യമായ വേദന വരികയും ജോലികൾ ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യാറുണ്ട്. ഇതിൻ്റെ നല്ലൊരു പ്രതിവിധി എക്സസൈസ് തന്നെയാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാല് നിവർന്ന് നിന്നതിന് ശേഷം 2 കൈയും പൊക്കിയിട്ട് വിരലിന് മേലെ നിൽക്കുന്ന പോലത്തെ അവസ്ഥ, ഉപ്പൂറ്റി പൊക്കിയിട്ട് വിരലുകൾ കുത്തിയിട്ട് 2 കൈയും പൊക്കിയിട്ട് നിൽക്കുന്ന എക്സസൈസ്, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മേലോട്ട് താഴുക പൊങ്ങുക എന്നുള്ള രീതിയിൽ 10 തവണ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു എക്സസൈസാണ്. വളരെ സിമ്പിളാണ്. ഏത് പ്രായക്കാർക്കും വണ്ണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. ഇത് കൂടാതെ ഒരുപാട് എക്സസൈസ് ഉണ്ട്. പക്ഷെ മറ്റ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി എക്സസൈസുകളിലേക്ക് പോവാൻ പാടുള്ളൂ. വെറുതെ ഏതെങ്കിലും കേട്ടിട്ട് അങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് പലപ്പോഴും അബദ്ധമാവാറുണ്ട്. അപ്പോൾ ഒരു എക്സസൈസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഉദ്ദേശം നിങ്ങളുടെ കേടും ആ എക്സസൈസ് കൊണ്ട് മാറുന്ന കേടും ഒന്നാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് പലപ്പോഴും വിപരീതമായ ഫലമാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നവർ, നടുവേദനയ്ക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. കാരണം ഡിസ്ക് തള്ളാനുള്ള ഇത് കാരണം വെറുതെ ഒരു ബൾജിങ് മാത്രമുള്ള അല്ലെങ്കിൽ നീർക്കെട്ട് മാത്രമുള്ള ആളുകളിലാണെങ്കിലും ആ ഡിസ്ക് കൂടുതൽ തള്ളാൻ ഇത് കാരണമായിട്ട്
വരാറുണ്ട്. പിന്നെ റെഗുലറായിട്ട് എണ്ണ തേച്ച് കുളി ഇതിന് ഒരു പരിഹാരമാണ് ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ എണ്ണ തേച്ച് കുളി ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും നല്ലത് രാവിലത്തെ സമയത്ത് ചെയ്യുന്നതായിരിക്കും. പിന്നെ നടുവേദനയ്ക്ക് ചെയ്യാവുന്ന മറ്റൊരു ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. ഓവർലോഡ് വരുന്ന രീതിയിൽ മത്സ്യം, അതുപോലെ മത്സ്യമാംസങ്ങളും ചോറ് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ച് വയറ് വീർക്കുന്ന രീതിയിലും ഗ്യാസ് ഉണ്ടാക്കുന്ന രീതിയിലും കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും നടുവേദനയ്ക്ക് പലപ്പോഴും കാരണമാവാറുണ്ട്. ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും, പക്ഷെ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം ഇത്തരം ഫുഡുകളായിരിക്കും. അതുകൊണ്ട് ഇത്തരം നടുവേദനയുള്ളവർ പ്രത്യേകിച്ച് ബിരിയാണി, പൊറോട്ട മുതലായ സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിൽ ഏത് ടൈപ്പിൽ പെട്ട വേദനയാണെങ്കിലും ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി മുതൽ പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു കാരണമുള്ളത് ആർത്രൈറ്റിസ് ആണ്. നമ്മൾ വാതരോഗത്തിൽ വരുന്ന എല്ലാ തരം വാദങ്ങൾ കൊണ്ടും നടുവേദന ഉണ്ടാവാറുണ്ട്. അത് സാധാരണയായിട്ടുള്ള ആർത്രൈറ്റിസ് ആയിരിക്കാം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ആമവാദം എന്നൊക്കെ പറയുന്ന അത്തരം രോഗങ്ങൾ, സന്ധിഗതവാദം, ഇതെല്ലാം ഈ നടുവേദനയ്ക്ക് കാരണമാവാറുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ സ്ട്രെസ്സ്, അമിതമായ ഇങ്ങനെ ആങ്സൈറ്റി നടുവേദനയ്ക്കുള്ള മറ്റൊരു കാരണമാണ്. പിന്നെ വേറൊന്നുള്ളത് ഒരേ പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ. ഇന്നത്തെ കാലത്തൊക്കെ കൂടുതൽ ആളുകളും ഇങ്ങനെ കമ്പ്യൂട്ടറിലും ഒക്കെ കുറേ സമയം ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നടുവേദനയുണ്ട്. ഇത്തരം അവസ്ഥയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സയുടെ പൂർവ്വകർമ്മമായിട്ട് ചെയ്യുന്ന ഒഴിച്ചിൽ, കിഴി, നവരക്കിഴി, ഇലക്കിഴി, പൊടിക്കിഴി എന്നിവയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു സർജറി ചെയ്ത പോലെ രോഗം മാറുന്ന ഒരു ചികിത്സയാണ് കടിവസ്തി എന്ന് പറയുന്ന ഒരു ചികിത്സ. അത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് MRI സ്കാനിങ്ങോ അല്ലെങ്കിൽ CT സ്കാനിങ്ങോ ചെയ്തിട്ട് ഏത് ഡിസ്ക്കാണ് തള്ളി നിൽക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം പേഷ്യൻറ്റിന് ആദ്യം മരുന്നുകൾ കൊടുക്കും. അത് 2 ആഴ്ചത്തേക്കുള്ള മരുന്നുകൾ കഴിച്ച് അതെടുത്ത ഇൻഫ്ലമേഷൻ ഒന്ന് കുറച്ചതിന് ശേഷം ഈ തള്ളിയ ഡിസ്കിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേക രീതിയിൽ തളം കെട്ടിയിട്ട് അവിടെ ഈ അസുഖത്തിന് ഉതകുന്ന രീതിയിലുള്ള എണ്ണകൾ കെട്ടി നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് എല്ലാ ആളുകൾക്കും ഒരേ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. ആളുടെ രോഗത്തിൻ്റെ കണ്ടീഷനും പേഷ്യൻറ്റിൻ്റെ പ്രകൃതവും അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓയിൽസാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഈ എണ്ണ ഇങ്ങനെ കെട്ടി നിർത്തുന്നത് വഴി അവിടെ ഒരു മൈൽഡ് പ്രഷർ ജനറേറ്റ് ആവുകയും അത് ചൂടും ഉണ്ടായിരിക്കും എണ്ണയ്ക്ക്. അതിലൂടെ രോമകൂപങ്ങളിലൂടെ മെല്ലെ ഈ ഡിസ്കിന് ഭാഗത്തേക്ക് എത്തുന്നതാണ് ഒരു രീതി. ആയുർവേദത്തിൽ പറയുന്നത് നമ്മളിത് വൈഡായിട്ട് ചിന്തിച്ച് നോക്കിയാൽ ഒരു ഓസ്മോട്ടിക് പ്രഷർ വഴി കിട്ടുന്ന ഒരു എഫക്റ്റാണ്. അങ്ങനെ കിട്ടുന്ന ഒരു എഫക്റ്റ് വഴിയും അല്ലാത്ത രീതിയിൽ ഇത്തരം നടുവേദനകളിൽ ഈ ഓയിൽ സ്കിൻ വഴി രോമകൂപങ്ങളിൽ അബ്സോർബ് ചെയ്തിട്ട് സ്കിൻ വഴി കിട്ടുന്ന ഒരു മാറ്റങ്ങളും ഉണ്ടായിരിക്കും. ഈ രീതിയിൽ കടിവസ്തി ചെയ്തതിന് ശേഷം പ്രത്യേക തരം മരുന്നുകൾ വെച്ച് ബാൻഡേജ് ചെയ്യുന്നൊരു ചികിത്സയുണ്ട്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരുവിധം എല്ലാ നടുവേദനകളും പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇതിനും അപ്പുറം വരുന്ന ചില നടുവേദനകൾക്ക് മാത്രമേ സർജറി ആവശ്യമുള്ളൂ. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. നമസ്കാരം.